Hello friends, today we are starting a new portion that is projectile motion. I am Thulasi. Welcome to the physics channel, fourth dimension. Let us see what is a projectile. എന്താണ് നമുക്ക് projectile എന്ന് നമുക്ക് പറഞ്ഞു. What do you mean by projectile? Projectile means it is a body thrown in air. It follows a curved path and its motion is controlled by the force of gravity. അപ്പോൾ നമ്മൾ എയറിലേക്ക് ത്രോ ചെയ്യുന്ന ഒരു വസ്തുവായിരിക്കും. ഒരു കറൗഡ് പാത്താണ് അത് ഫോളോ ചെയ്യേണ്ടത്. അത് മാത്രമല്ല അതിൻ്റെ മോഷനെ കൺട്രോൾ ചെയ്യുന്ന എപ്പോഴും ആരായിരിക്കും? ദാറ്റ് ഈസ് ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പം നമ്മളൊരു ബോഡിയെ നമ്മൾ വെർട്ടിക്കൽ അപ്വേർഡായിട്ടാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ഗ്രൗണ്ടിൽ നിന്നൊരു ബോഡിയെ ഇങ്ങനെ വെർട്ടിക്കൽ അപ്വേർഡായിട്ട് നമ്മൾ ത്രോ ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ റീച്ചിങ് സർട്ടൺ ഹൈറ്റ് ദ ബോഡി റിട്ടേൺസ്. ഇപ്പോൾ മുകളിലോട്ട് പോയിട്ട് ആ ബോഡി എന്തൊക്കെ റിട്ടേൺ ചെയ്യുമ്പോൾ ഇത് ഒരു പാത്തിൽ കൂടി പോകുന്നു, അതേ പാത്തിൽ കൂടി തിരിച്ചു വന്നാൽ ഈ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഒരു മെഷർമെൻറ്റ് മതി അല്ലേ. സോ ദിസ് ഈസ് ആക്ച്വലി ദ പ്രൊജക്റ്റൈൽ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. ദിസ് ഈസ് വൺ ഡയമെൻഷണൽ പ്രൊജക്റ്റൈൽ മോഷൻ. അതേസമയം നമ്മുടെ ഒരു ബോഡി ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് അതിന് വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യും. വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് തീറ്റ ആംഗിൾ സരിച്ചാണ് എറിയുന്നെങ്കിലോ അതൊരു കർവ്ഡ് പാത്തിൽ കൂടി ഇങ്ങനെ താഴേക്ക് വന്ന് വീഴത്തില്ലേ. ഈ കർവ്ഡ് പാത്തിൽ പോയിരുന്ന സമയത്ത് തന്നെ ഫോർവേഡ് മോഷനും ഉണ്ട്, വെർട്ടിക്കൽ മോഷനും അതിനകത്ത് വരും അല്ലേ. ഹൈറ്റ് കിട്ടാൻ വേണ്ടി വെർട്ടിക്കൽ മോഷനും മുന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര മെഷർമെൻറ്റ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? രണ്ടെണ്ണം വരുന്നില്ലേ. മുന്നോട്ടുള്ള മെഷർമെൻറ്റ്സും ഉണ്ട്, മുകളിലേക്ക് വരുന്ന മെഷർമെൻറ്റ്സ് അതിനകത്ത് വരുന്നില്ലേ. സോ ദിസ് ഈസ് എ പ്രൊജക്റ്റൈൽ in 2 dimension. നമുക്ക് ഈ പ്രൊജക്റ്റിലിനകത്ത് പഠിക്കേണ്ട പ്രൊജക്റ്റൈൽ ഇൻ 2 ഡയമെൻഷനാണ്. അതിന് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ മിസൈൽ ഷോട്ട് ഫ്രം എ ഗൺ. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് പ്രൊജക്റ്റൈൽ മോഷൻ ഒന്നാമത്തെ എക്സാമ്പിൾ ഏതാ? എ മിസൈൽ ഷോട്ട് ഫ്രം എ ഗൺ. രണ്ടാമത്തെ എക്സാമ്പിൾ കൊടുക്കുന്ന എ ബാറ്റഡ് ക്രിക്കറ്റ് ബോൾ. തേർഡ് വൺ ഈസ് എ ബോംബ് റിലീസ്ഡ് ഫ്രം എ പ്ലെയിൻ. And the fourth example is a ball thrown at an angle with a horizontal. അപ്പോൾ കുറേ എക്സാമ്പിൾ കണ്ടു, പ്രൊജക്റ്റൈൽ മോഷന് കുറേ എക്സാമ്പിൾ കണ്ടു. മിസൈൽ ഷോട്ട് ഫ്രം എ ഗൺ, എ ബാറ്റഡ് ക്രിക്കറ്റ് ബോൾ. അപ്പം നമ്മൾ സാധാരണ ബാറ്റ് ഉപയോഗിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് സിക്സ് ഒക്കെ അടിക്കില്ലേ, സിക്സർ അല്ലേ. അപ്പോൾ അത് ആ ഒരു കേസാണ് എടുക്കുന്നത്. ബാറ്റഡ് ക്രിക്കറ്റ് ബോൾ, എ ബോംബ് റിലീസ്ഡ് ഫ്രം എ പ്ലെയിൻ. ഒരു പ്ലെയിൻ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ബോംബ് റിലീസ് ചെയ്താൽ ഒരു കർവ്ഡ് പാത്ത് മൊത്തം വരെ ഒരു ഹാഫ് കർവ്ഡ് പാത്ത് വരാം. അതും പരാബോളിക് തന്നെയാണ്. സോ എ ബോംബ് റിലീസ്ഡ് ഫ്രം എ പ്ലെയിൻ, എ ബോൾ ത്രോൺ അറ്റ് ആൻ ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ. അത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. കാരണം ഈ കേസിലെല്ലാം ഈ ഓബ്ജക്റ്റുകളെല്ലാം നമ്മൾ ത്രോ ചെയ്യുന്ന എയറിലേക്കാണ്. അതിൻ്റെ മോഷനെ കൺട്രോൾ ചെയ്യുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. അത് മാത്രമല്ല ഇതെല്ലാം ഫോളോ ചെയ്യുന്ന എന്താ? ദറ്റ് ഈസ് ഫോളോഡ് ബൈ എ കർവ്ഡ് പാത്ത് അല്ലേ. അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ ഫോളോ ചെയ്യുന്ന കർവ്ഡ് പാത്തിനെ വിളിക്കുന്ന പേരെന്താ? ദറ്റ് ഈസ് കോൾഡ് എ പരാബോളിക് പാത്ത്. അതിൻ്റെ ട്രാജക്ടറി എന്ന പാത്തിനെ വിളിക്കുന്നത് ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്റ്റൈൽ ഈസ് എ പരാബോൾ. അപ്പോൾ ആ കർവ്ഡ് പാത്ത് എപ്പോഴും ഒരു പരാബോളിക് പാത്തായിരിക്കും. നെക്സ്റ്റ് ഈസ് പ്രൊജക്റ്റൈൽ ഫയർഡ് അറ്റ് എൻ ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ നടക്കുന്ന ഹൊറിസോണ്ടലുമായിട്ടൊരു ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. ഇവിടെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമുക്കൊരു വൈ ആക്സിസ് കൂടെ കൺസിഡർ ചെയ്യാം അല്ലേ. ഒ എന്ന് പറഞ്ഞ ഒറിജിൻ കണ്ടില്ലേ. ഫ്രം ദാറ്റ് പോയിന്റ് ഒ, ദാറ്റ് ഇസ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഫ്രം ദാറ്റ് യു ആർ പ്രൊജക്ടിങ് എ പാർട്ടിക്കിൾ വിത്ത് എ വെലോസിറ്റി യു അറ്റ് എൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ യു എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, ഒ എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, തീറ്റ എന്ന് പറഞ്ഞ് ദാറ്റ് ഇസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആൻഡ് വെൻ യു ആർ പ്രൊജക്ടിങ് ദ ഓബ്ജക്റ്റ് ഇൻ സ്പേസ് or in air, it actually following a parabolic path, and this parabolic path is actually 2 dimensional. ഇപ്പോൾ 2 dimensional മോഷൻ നടത്തുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇതിനകത്ത് കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ നമുക്ക് നോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിരിക്കും. ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ആക്സലറേഷൻ.
നമുക്കറിയാം ഒരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആക്സലറേഷൻ പറഞ്ഞ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഒരു ബോഡിയിൽ കൊടുക്കുന്ന ആക്സലറേഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഫോഴ്സ് താഴോട്ടാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പോൾ അതുമൂലം ഉണ്ടാക്കുന്ന ആക്സലറേഷനും എങ്ങോട്ട് തന്നെയായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സൈസിൽ ഒരിക്കലും ഈ പ്രൊജക്റ്റൈൽ പാർട്ടിക്കിൾ ഒരു ആക്സലറേഷൻ വരില്ല. അപ്പോൾ AX0 എക്സൈസ് പറഞ്ഞ ഇതല്ലേ, ഈ ഡയറക്ഷനിൽ ഒരിക്കലും ഒരു ആക്സലറേഷൻ കാണില്ല. Y ആക്സിൽ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് Y ഡയറക്ഷനിൽ മാത്രമേ ആക്സലറേഷൻ വരെയുള്ളൂ. ദാറ്റ് ഈസ് AY = G. ഇതിന്റെ ഡയറക്ഷൻ ഏതാ? downward അല്ലേ? So you are giving the negative sign. So in projectile motion the horizontal acceleration, that is along the x direction, acceleration is 0, and along the vertical direction, that is along the y direction, acceleration is equal to -g, which is acceleration due to gravity. The second point is connected with the velocity. First we are taking the initial velocity. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം u ആണല്ലേ. ഈ വെലോസിറ്റിയുടെ പ്രത്യേകം എന്തായിരിക്കും? ഈ വെലോസിറ്റി എപ്പോഴും XY പ്ലെയിനിലല്ലേ. XY പ്ലെയിനിലാണെങ്കിൽ അത് എക്സൈസ് കൊണ്ടുണ്ടാക്കുന്ന ആംഗിൾ θ ആണെങ്കിൽ ഈ വെലോസിറ്റി നമുക്ക് റിസോൾവ് ചെയ്യാം. നേരത്തെ നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് പഠിച്ചത് വെലോസിറ്റി വെക്ടർ ആണ്. XY പ്ലെയിനിൽ നിൽക്കുന്ന അതിനെ സ്പ്ലിറ്റ് ചെയ്ത വി ആർ ഗെറ്റിംഗ് 2 കോമ്പോണൻസ് അല്ലേ. എക്സൈസ് വരുന്ന കോമ്പോണൻറ്റ് നമുക്ക് എത്ര എടുക്കാം? ദാറ്റ് ഈസ് UX. Y ആക്സിൽ വരുന്ന കോമ്പോണൻറ്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് UY. കണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ u എന്ന് പറഞ്ഞ വെലോസിറ്റിയെ നമ്മൾ θ ആംഗിൾ വെച്ച് റിസോൾവ് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് 2 കോമ്പോണൻസ്. ദ x കോമ്പോണൻറ്റ് ഈസ് UX ആൻഡ് y കോമ്പോണൻറ്റ് ഈസ് UY. പിന്നെ വാല്യൂ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. UX എന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u എന്ന് പറയുന്ന ആംഗിൾ θ ആംഗിൾ ഉണ്ടാക്കുന്ന എക്സൈസുമായിട്ടല്ലേ. സോ UX ഈസ് ഈക്വൽ ടു u cos θ. Then the value of UY ഈസ് ഈക്വൽ ടു u sin θ. കണ്ടല്ലോ. ഇനി ഈ u cos θ എന്ന് പറഞ്ഞ വെലോസിറ്റി ഹൊറിസോണ്ടൽ ഡയറക്ഷനല്ലേ. ഈ വെലോസിറ്റി വരുന്ന UX എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. അറ്റ് ദ സെയിം ടൈം ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഓർ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇതാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്കല്ലേ ഡിസ്പ്ലേസ്മെന്റ് വരത്തുള്ളൂ. അതുകൊണ്ട് ഈ ഡിസ്പ്ലേസ്മെന്റ്, ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റും ഈ ഫോഴ്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ എന്ന് പറഞ്ഞ എത്ര? ദിസ് ഈസ് 90 ഡിഗ്രി. അതുകൊണ്ട് പ്രത്യേകത എന്താ? ഈ ഫോഴ്സ് ഹൊറിസോണ്ടൽ മോഷനിൽ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. വർക്ക് 0 ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകത എന്തായിരിക്കും? ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ ഫോഴ്സിന് അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി മീൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് പ്രൊജക്റ്റൈൽ മോഷൻ അത് കോൺസ്റ്റന്റ് നിൽക്കുന്ന വെലോസിറ്റി ഇതായിരിക്കും. കണ്ടില്ല, എൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ. ദിസ് ഈസ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. കോൺസ്റ്റന്റ് വെലോസിറ്റി. Then what about the character of the next component? UY is equal to u sin θ vertical upward അല്ലേ. അപ്പോൾ u sin θ എന്ന് പറയുന്ന വെലോസിറ്റി ദേ നോക്കി UY അല്ലേ, upward direction. The force of gravity is acting in the downward direction. അപ്പം വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ് ഫോഴ്സ് വന്നാൽ as the particle is moving up, the vertical component of velocity decreases and finally that velocity becomes 0. അപ്പോൾ ഇതുകൊണ്ട് ഒരു പ്രൊജക്റ്റൈൽ മോഷനത്തെ ഇനിഷ്യൽ വെലോസിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് whereas the vertical component of velocity changes with the time. Next is velocity after a time t seconds. Velocity after a time t seconds. ഇതാണ് നമുക്ക് വെലോസിറ്റി കുറിച്ചുള്ള ഇനിഷ്യൽ വെലോസിറ്റി കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മൾ നോക്കുന്നത് വെലോസിറ്റി ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ് ആണ്. t സെക്കൻഡ്സ് കഴിയുമ്പോൾ പാർട്ടിക്കിൾ ഇത് 0 ടൈമിലാണ് നമ്മൾ എപ്പോഴും ഈ പാർട്ടിക്കിളിന്റെ ഒറിജിനിൽ കാണുക അല്ലേ. t സെക്കൻഡ്സ് കഴിയുമ്പോൾ ഈ പരാബോളിക് പാത്തിൽ കൂടി കുറേ ദൂരം അത് പോവുകയാണെങ്കിൽ സപ്പോസ് ഇറ്റ് ഈസ് റീച്ചിങ് ദ പോയിന്റ് P ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ്. കണ്ടോ, അപ്പോൾ t സെക്കൻഡ്സ് O നിന്ന് Pയിലേക്ക് ട്രാവൽ ചെയ്തെടുക്കുന്ന സമയത്ര, OP എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെടുക്കുന്ന സമയത്ര, ദാറ്റ് ഈസ് t സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ t സെക്കൻഡ്സ് കഴിയുമ്പോൾ പാർട്ടിക്കിൾ എവിടെയാണ് കണ്ടേ? Pയിൽ നമ്മൾ കണ്ടു. ശരിയാണല്ലോ. ഈ Pയിൽ വെച്ചതിൻ്റെ വെലോസിറ്റി നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അത് ഞാൻ എടുക്കുന്നത് V എന്നാണ്. ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യുവിനെക്കാളും കുറവായിരിക്കും. അതിന് കാരണം പാർട്ടിക്കിൾ മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതോറും ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ കോൺസ്റ്റന്റ് ആകുള്ളൂ, വെർട്ടിക്കൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ്. സോ ദ റിസൾട്ടന്റ് വെലോസിറ്റി ഡിക്രീസസ് നെയർ. അതുകൊണ്ട് V എന്ന് പറഞ്ഞ വെലോസിറ്റി സ്മോളർ ദാൻ U ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുക, എക്സൈസിന്റെ പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ
ഈ വെലോസിറ്റി പീലയില്ലേ അത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ അല്ല, ഇതല്ലാതെ വേറൊരു ആംഗിൾ ആയിരിക്കും, ദാറ്റ് ഈസ് തീറ്റ ഡാഷ്. ഇതേപോലെ തന്നെ നമുക്ക് വൈ എക്സിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കാം. സോ ദിസ് ഈസ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് വൈ ഡയറക്ഷൻ കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് പി ആണല്ലോ. ഈ വെലോസിറ്റി നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന കോമ്പോണന്റ് വി എക്സ് എന്ന് എടുക്കാം. ഈ കോമ്പോണന്റ് എന്തായിരിക്കും? വി വൈ. അപ്പോൾ വിയുടെ രണ്ട് കോമ്പോണൻറ്റ്സ് അപ്പോൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് വി എക്സ് ആൻഡ് വി വൈ. അപ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലേ? വി എക്സിന്റെ വാല്യൂ എടുക്കാം. അപ്പോൾ വി എക്സിന്റെ വാല്യൂ എങ്ങനെ എടുക്കും നോക്കിയാൽ വി എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻ പ്രൊജക്ടൈൽ മോഷൻ? ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഓയിൽ വെച്ചുള്ള ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? യു എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ അല്ലേ? ആ വെലോസിറ്റിക്ക് യാതൊരു മാറ്റമില്ല. പിയിൽ എത്തുന്ന സമയത്തും ആ വെലോസിറ്റി എത്ര തന്നെയായിരിക്കും? ദാറ്റ് ഈസ് യു എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ. അതുകൊണ്ട് വി എക്സ് നമുക്ക് എത്ര എടുക്കാം? ദാറ്റ് ഈസ് യു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ. ഒരെണ്ണം കഴിയും. ഇനി നമുക്ക് വെർട്ടിക്കൽ കോമ്പോണന്റ് ആണ്. വെർട്ടിക്കൽ കോമ്പോണന്റ് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷൻ ആക്സലറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെർട്ടിക്കൽ കോമ്പോണന്റ് വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കാം. പിയിലെത്തുന്ന സമയത്ത് ഫൈനൽ വെലോസിറ്റി നമുക്ക് എടുക്കാം. ടൈം ഇന്റർവെൽ നമുക്ക് ടി എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഫോർ ഫൈൻഡിംഗ് ഔട്ട് ദ വെർട്ടിക്കൽ കോമ്പോണന്റ് വി ആർ അപ്ലൈയിങ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇക്വേഷൻ ഓഫ് മോഷൻ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫൈനൽ വെലോസിറ്റിയുടെ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ അപ്ലൈ ചെയ്യാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമുക്ക് ആവശ്യം എന്താ? വെർട്ടിക്കൽ കോമ്പോണന്റ് ആകുമ്പോൾ വിക്ക് സഫിക്സ് ആയിട്ട് നമ്മൾ വി വൈ എന്ന് കൊടുക്കുക. വി വൈ ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി അപ്പോൾ യു വൈ ആയിരിക്കും. നമുക്ക് യു വൈ പ്ലസ് എ വൈ ഇൻറ്റു ടി എന്ന് എടുക്കണം. ആക്സലറേഷനും വൈ ഡയറക്ഷൻ വേണം. നല്ല വൈ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? സോ വി വൈ ഈസ് ഈക്വൽ ടു വെലോസിറ്റി നമുക്ക് വി വൈ അല്ലേ വേണ്ടേ? സോ വി വൈ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് വാല്യൂ യു വൈ? ഇവിടെ ഉണ്ടല്ലോ യു സൈൻ തീറ്റ. Then what about the value of a? A നമ്മൾ നേരത്തെ സ്പെസിഫൈ ചെയ്തില്ലേ? a is equal to minus g or a by is equal to minus g. അപ്പോൾ നമുക്കിവിടെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആകില്ലേ? മൈനസ് ജി ടി എടുക്കാം. മൈനസ് ജി ടി. സോ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഫോമുല കണ്ടില്ലേ? വൈ ഡയറക്ഷൻ ആക്സലറേഷൻ വരുന്നതുകൊണ്ട് ഇക്വേഷൻസ് മോഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതുപോലെ കോപ്പി ചെയ്താൽ മതി അല്ലേ? സോ അറ്റ് ദ പോയിന്റ് പി യു നോ ദ വാല്യൂ ഓഫ് വി എക്സ് ആൻഡ് വി വൈ. Or we can calculate the value of Vx and Vy using these relations. Vx is equal to u cos theta and Vy is equal to u sin theta minus gt. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് വെലോസിറ്റികൾ കമ്പൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വി വരുള്ളൂ. ഇത് രണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ സപ്പോസ് യു ആർ ഡ്രോയിങ് എ പാർഡോഗ്രാം. ഇപ്പോൾ ഈ പാർഡോഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ പാർഡോഗ്രത്തിൻ്റെ വൺ സൈഡ് എടുക്കുന്ന വി എക്സ് ആയിരിക്കും. ഈ വെർട്ടിക്കലായിട്ട് വരുന്ന സൈഡ് വി വൈക്ക് വേണ്ടി കൊടുക്കാം. ദിസ് റെപ്രസെൻറ്റ്സ് വി വൈ. ഇവിടെ വി എക്സും വിയും പെർപെൻഡിക്കുലർ. ഇപ്പം അങ്ങനെ എടുക്കാം. ദെൻ യു ആർ കംപ്ലീറ്റിംഗ് ദ പാർലോഗ്രാം ആൻഡ് ഡ്രോയിങ് ദ ഡയഗണൽ ഫ്രം ദിസ് പോയിന്റ്. ഇതെന്തൊരു വി എക്സിൻ്റെ വിയുടെ റിസൾട്ട് അത് വി അല്ലേ? സോ ദിസ് റെപ്രസെൻറ്റ്സ് വി അല്ലേ? അതുകൊണ്ട് ഡയഗണൽ വി തരും. ഇത് വെക്ടറിൻ്റെ റെസൊല്യൂഷൻ മെത്തേഡ് തന്നെ പാർലോഗ്രാം മെത്തേഡ് ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ സൈഡ് വി വൈ ആണെങ്കിൽ ഈ സൈഡ് എത്ര തന്നെ വി വൈ ആയിരിക്കുമല്ലോ. അപ്പോൾ പൈതഗോറസ് അപ്ലൈ ചെയ്ത ഹൈപ്പോട്ടനസ് സ്ക്വയർഡ് എത്ര വരും? വി സ്ക്വയർഡ് ഈസ് ഈക്വൽ ബേസ് സ്ക്വയർഡോ വി എക്സ് സ്ക്വയർഡ് പ്ലസ് ഓൾട്ടിറ്റ്യൂഡോ വി വൈ സ്ക്വയർഡ് അല്ലേ? അതിനകത്തുനിന്ന് വിയുടെ വാല്യൂ എത്ര എടുക്കാം? റൂട്ട് ഓഫ് വി എക്സ് പ്ലസ് വി എക്സ് സ്ക്വയർഡ് പ്ലസ് വി വൈ സ്ക്വയർഡ്. അപ്പോൾ ഈ ഫോമുല വെച്ചിട്ട് ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് റിസൾട്ടന്റ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം ഇഫ് യു നോ ദ വാല്യൂ ഓഫ് വി വൈ ആൻഡ് വി എക്സ്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ഡിഫറൻ്റ് അല്ലേ? ആംഗിൾ ഡിഫറൻ്റ് ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ ആംഗിൾ നമുക്ക് തീറ്റ ഡാഷ് എന്ന് കൊടുക്കാം. ആ ഫിഗറല്ലേ വരച്ചപ്പോൾ തീറ്റ ഡാഷ്. ആൻഡ് ഫ്രം ദാറ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടാൻ തീറ്റ ഡാഷ്? ടാൻജന്റ് ഓഫ് തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വി വൈ ഡിവൈഡ് ബൈ വി എക്സ് എന്ന് കിട്ടും അല്ലേ? നമുക്ക് ഏതൊക്കെ വാല്യൂസ് അറിയാം? വി വൈയും വി എക്സ് നമ്മൾ ഈ ഫോമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ നമുക്ക് അതിനകത്തൊന്ന് എന്ത് കണ്ടുപിടിച്ചാൽ മതി? തീറ്റ ഡാഷ് എത്ര എന്ന് കണ്ടുപിടിച്ചാൽ വിയുടെ ഡയറക്ഷനായി വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് ആക്സിസ് അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഫോമുല വെച്ച് നമുക്ക് റിസൾട്ടന്റ് വെലോസിറ്റിയും പിയിലെ കണ്ടുപിടിക്കാം. അതിൻ്റെ ഡയറക്ഷൻ എക്സ് ആക്സിസ് കൊണ്ട് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ബേസിസിൽ കണ്ടുപിടിക്കാൻ കഴിയും. നെക്സ്റ്റ് ഈസ് പൊസിഷൻ കോർഡിനേറ്റ്. തേർഡ് നമ്മൾ പോയിന്റ് നോട്ട് ചെയ്യുന്നത് പൊസിഷൻ കോർഡിനേഷൻ. അതിന് ആദ്യത്തെ ഇനിഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ്സ് നമുക്ക് നോക്കാം അല്ലേ? ഇനിഷ്യൽ പൊസിഷൻ കോഓർഡിനേറ്റ്സ്. ഇനിഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒ അല്ലേ? ആ പോയിന്റാണ് ഇനിഷ്യൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഒറിജിനിൽ നിന്നാണ് ശരിക്കും ഈ പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണ കോർഡിനേറ്റ്സ് എന്തൊക്കെ എടുക്കണ്ടേ? എക്സ് വൈ പ്ലെയിനിലെ മൂവ്മെൻറ്റ് നടക്കുന്നിട്ട് ഒന്ന് എക്സ് കോർഡിനേറ്റ് ഒന്ന് വൈ കോർഡിനേറ്റ് ആയിരിക്കത്തില്ലേ? അപ്പോൾ ഇനിഷ്യലിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എക്സ് ആക്സിസിൻ്റെ കോർഡിനേറ്റ് എടുക്കുന്ന എക്സ് നോട്ട് എന്ന് എടുക്കുക. എക്സ് നോട്ട്
അതായത് 0 ടൈം എന്നുള്ള ഉദ്ദേശിച്ചാൽ x0 ഈസ് ഈക്വൽ ടു 0 ഒറിജിൻ ആയതുകൊണ്ടാണ്. ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് y0 ഈസ് ഈക്വൽ ടു 0. ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ പൊസിഷൻ്റെ കോർഡിനേറ്റ്സിൻ്റെ രണ്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എസ് കോർഡിനേറ്റ് 0 ആയിരിക്കും, y കോർഡിനേറ്റ് 0 ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ പൊസിഷൻ കോർഡിനേറ്റ്സ് after a time t seconds. അപ്പം നിങ്ങൾ നോക്കിയാൽ t സെക്കൻഡ്സ് കഴിയുമ്പോൾ പാർട്ടിക്കിൾ പിയിലെത്തുക എന്ന് വെച്ചു. പോയിന്ന് പിയിലേക്ക് ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുക്കും? t സെക്കൻഡ്സ് ആണ്. അപ്പോൾ അവർ നോക്കുന്നേ പൊസിഷൻ കോർഡിനേറ്റ്സ് ആഫ്റ്റർ t സെക്കൻഡ്സ് പറഞ്ഞാൽ പിയിൽ പാർട്ടിക്കിൾ എത്തുമ്പോൾ ആ പരാബോളിക് പാത്തിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം പിയിൽ പാർട്ടിക്കിൾ എത്തുന്ന സമയത്ത് നമ്മുടെ താഴോട്ടൊരു ലൈൻ വരച്ചാൽ എക്സ് ആക്സിസ് മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം അതിൻ്റെ എസ് കോർഡിനേറ്റും ഇവിടുന്ന് ഇവിടേക്കുള്ള ഹൈറ്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് y കോർഡിനേറ്റ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കണ്ടേ എക്സ് എന്താ y എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ ആണല്ലോ. അപ്പം നമുക്ക് ആദ്യം ഈ പൊസിഷൻ കോർഡിനേറ്റിന്റെ t സെക്കൻഡ്സ് കഴിഞ്ഞുള്ള പൊസിഷൻ കോർഡിനേറ്റിന്റെ എസ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ എസ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എസ് കോർഡിനേറ്റ് കവർ ചെയ്യാൻ സഹായിക്കുന്ന അതിനെ ഹെൽപ്പ് ചെയ്യുന്ന വെലോസിറ്റി എന്തായിരിക്കും? ദാറ്റ് ഈസ് u cos θ. ഇതിന്റെ ക്യാരക്ടർ എന്താ? അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ശരിയല്ലേ? അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ എക്സ് എന്ന് പറയുന്നത് അല്ലേ? t സെക്കൻഡ്സ് കൊണ്ട് എക്സ് ആക്സിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറയുന്നത് അല്ലേ? അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? യൂണിഫോം വെലോസിറ്റി ഇൻടു ടൈം ഇന്റർവൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എക്സിന്റെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ എത്ര കിട്ടും? x ഈസ് ഈക്വൽ ടു യൂണിഫോം വെലോസിറ്റി u cos θ അല്ലേ? അപ്പോൾ നമുക്ക് u cos θ ഇൻറ്റു ടൈം ഇന്റർവൽ നമുക്ക് t എന്ന് എടുക്കാം. ഇൻറ്റു കൊടുക്കണ്ട, t എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എസ് കോർഡിനേറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ u cos θ ഇൻറ്റു t എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി, ശരിയല്ലേ? നമുക്കിനിയും y ആക്സിൽ ഡിസ്പ്ലേസ്മെന്റ് വേണം. y ആക്സിൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ y ഡയറക്ഷനിൽ എപ്പോഴും ആക്സിലറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇക്വേഷൻസ് മോഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ വേണം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താ? എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് ഓഫ് et². നമുക്ക് y ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റാണ് വേണ്ടത്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് y എന്ന് കൊടുക്കണം അല്ലേ? y ഡയറക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? ദാറ്റ് ഈസ് uy ഇൻറ്റു t പ്ലസ് ഹാഫ് ഓഫ് ay ഇൻറ്റു t² എടുക്കണം. y ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എല്ലാ ഇനിഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ y ഡയറക്ഷനിൽ എടുക്കണം അല്ലേ? ഇതിനകത്ത് വാല്യൂ കൊടുക്കാമല്ലോ. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു ux-ന്റെ വാല്യൂ നമ്മുടെ അല്ല uy-യുടെ വാല്യൂ നേരത്തെ എടുത്തില്ലേ? ദാറ്റ് ഈസ് u sin θ ഇൻറ്റു t. നേരത്തെ എടുത്ത് ഓർമ്മയുണ്ടല്ലോ. ay-യുടെ സ്ഥാനത്ത് -g എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് വാല്യൂ എത്ര ഉണ്ട്? മൈനസ് ഹാഫ് ഓഫ് g t² കിട്ടത്തില്ലേ? അപ്പോൾ എന്താ കണ്ടുപിടിച്ചു? പി എന്ന് പറയുന്ന പോയിന്റിലെ, അതായത് t സെക്കൻഡ്സ് കഴിഞ്ഞ് ആ പരാബോളിക് പാത്തിൽ എത്തുന്ന പോയിന്റിലെ എക്സ് ഡിസ്പ്ലേസ്മെന്റും y ഡിസ്പ്ലേസ്മെന്റും നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആയില്ലേ? ഇതാണ് എക്സ് ആൻഡ് y കോർഡിനേറ്റ് ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ്. നമ്മുടെ ഫോർത്ത് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഹയസ്റ്റ് പോയിന്റിലെ ക്യാരക്ടറാണ്. അതായത് വി ആർ ടേക്കിംഗ് ദ ഹയസ്റ്റ് പോയിന്റ്. ഹയസ്റ്റ് പോയിന്റിലെ ക്യാരക്ടറിലേക്ക്, ഹയസ്റ്റ് പോയിന്റിനകത്ത് ഏതാ? ഇവിടാണ്, ഈ പോയിന്റാണ് ഹയസ്റ്റ് പോയിന്റ് അല്ലേ? ഈ പോയിന്റ് ക്യാരക്ടർ നമുക്ക് നോക്കണ്ടേ. ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി ആദ്യം നമുക്ക് നോക്കാം അല്ലേ? ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി എടുക്കുമ്പോൾ അത് രണ്ട് കോമ്പോണന്റ് നോക്കണ്ടേ? ഒന്ന് vx-ഉം മറ്റൊന്ന് vy-ഉം ആയിരിക്കും. Then what about the value of velocity at the highest point? Highest point of velocity, ഇത് ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ux-ന്റെ വാല്യൂ u cos θ എന്ന് എടുത്തിരുന്നില്ലേ? ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി അപ്പോൾ നമുക്ക് എത്ര എടുക്കാം? vx ഈസ് ഈക്വൽ ടു u cos θ. അത് ഏത് പോയിന്റ് ആയിട്ടും നമ്മൾ അങ്ങനെ എടുക്കുന്നു. ഇവിടെ ആയാലും എല്ലാം horizontal velocity remains constant, so vx is equal to u cos θ. Highest point we can see the vertical velocity is changing and becomes 0. വെർട്ടിക്കൽ വെലോസിറ്റിക്ക് മാത്രമേ മാറ്റമുള്ളൂ. ഈ ഹൈസ്റ്റ് പോയിന്റ് ചെയ്യുമ്പോൾ ആ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറുന്നില്ലേ? അതുകൊണ്ട് മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി നമ്മൾ ചോദിച്ചാൽ 0 എന്ന് എഴുതരുത്. പലപ്പോഴും ചിലരൊക്കെ 0 എന്ന് എഴുതാറുണ്ട്. അങ്ങനല്ല, ഹൈസ്റ്റ് പോയിന്റിൽ by മാത്രമേ 0 ആവുള്ളൂ. അപ്പോൾ ഏത് എക്സിസ്റ്റ് ചെയ്യും? ഹൊറിസോണ്ടൽ വെലോസിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി എപ്പോഴും എത്രയായിരിക്കും? ദാറ്റ് ഈസ് vx ഈസ് ഈക്വൽ ടു u cos θ. ദാറ്റ് ഈസ് ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് വി ആർ ഗോയിങ് ടു ആക്സലറേഷൻ. ആക്സലറേഷനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആക്സലറേഷൻ വെർട്ടിക്കൽ ഡൗൺവേർഡ് അല്ല. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റ് ആക്സലറേഷൻ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഇൻ ദ
വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷൻ AY is equal to മൈനസ് ജി. അതാണ് ആക്സലറേഷൻ. വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ഒരു ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. AY is equal to മൈനസ് ജി എന്ന് പറഞ്ഞ ആക്സലറേഷൻ, ഒരു എക്സൈസ് ആക്സലറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. അപ്പോൾ AY is equal to മൈനസ് ജി ആക്സലറേഷൻ which is acting in the downward direction. So what is the angle between direction of velocity and direction of acceleration at the highest point? ഹയസ്റ്റ് പോയിന്റിൽ ഈ വെലോസിറ്റി മാത്രമല്ലേ ഉള്ളൂ, ഇതില്ലല്ലോ, ഇതിന്റെ വാല്യൂ 0 അല്ലേ. അപ്പോൾ ഇവിടേക്ക് ആംഗിൾ എടുക്കണമെങ്കിൽ ഈ ആംഗിൾ മെഷർ ചെയ്യാം. ദിസ് ഈസ് 90 ഡിഗ്രി അല്ലേ. അത് ഹയസ്റ്റ് പോയിന്റിൽ ആക്സലറേഷനും ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയും ഒന്നൊന്നിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി. മനസ്സിലായല്ലോ. ഇതാണ് ആക്സലറേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത്രയും മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നേ ഹയസ്റ്റ് പോയിന്റ് എത്തുന്ന സമയത്തുള്ള അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ മൂന്നാമതായി നമ്മൾ നോക്കുന്നേ ഇതിൻ്റെ കൈനറ്റിക് എനർജി അല്ലേ. ഹൈസ്റ്റ് പോയിന്റ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഏത് കൈനറ്റിക് എനർജി ആയിട്ട് നമ്മൾ ഫോമിൽ എടുക്കുന്നത് എങ്ങനെ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർഡ് എന്നല്ലേ എടുക്കുകയുള്ളൂ ആണല്ലോ. ഹൈസ്റ്റ് പോയിന്റ് ഏത് വെലോസിറ്റി മാത്രമല്ല VX മാത്രം ഉള്ളത് നമുക്ക് VX സ്ക്വയർഡ് എന്ന് എടുക്കാമല്ലോ. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് M ഇൻറ്റു VXൻ്റെ വാല്യൂ എത്ര നമ്മൾ എടുക്കുന്നത്? VX ഈസ് ഈക്വൽ ടു U കോൺസ്റ്റന്റ് അല്ലേ. ഇതല്ലേ വാല്യൂ വരുന്നേ. അപ്പോൾ അതിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ VX ഈസ് ഈക്വൽ ടു U കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര വരും? U സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് തീറ്റ. ഇതാണ് ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജിയുടെ ഫോർമുല. ഇതാണ് ഹാഫ് ഓഫ് M U സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് തീറ്റ. ഇനിയും ഹയസ്റ്റ് പോയിന്റിലെ നാലാമത്തെ പോയിന്റാണ് ഹയസ്റ്റ് പോയിന്റിലെ മൊമെന്റം. മൊമെന്റം നമ്മൾ P എന്ന് എടുക്കുന്നല്ലേ. അപ്പം മൊമെന്റം P കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എടുക്കും. ഹൈസ്റ്റ് പോയിന്റ് ഒരു വെലോസിറ്റി അല്ലേ ഉള്ളൂ, VX മാത്രം. അപ്പോൾ നമുക്ക് M ഇൻറ്റു VX എന്ന് എടുക്കാം അല്ലേ. സോ ദ മൊമെന്റം P ഈസ് ഈക്വൽ ടു M ഇൻറ്റു VXൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ U കോസ് തീറ്റ എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഹൈസ്റ്റ് പോയിന്റ് മൊമെന്റം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? M ഇൻറ്റു U ഇൻറ്റു കോസ് തീറ്റ. ഇനി നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ ഓഫ് പാത്ത് ഓർ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്റ്റൈൽ. ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ പ്രൊജക്റ്റൈലിൻ്റെ കർവ്ഡ് പാത്തിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് ട്രാജക്ടറി അല്ലേ. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ പറയുന്നുണ്ട് ദ കർവ്ഡ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ ഈസ് എ പരാബോള എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്നത് ഷോ ദാറ്റ് ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്റ്റൈൽ ഈസ് എ പാരാബോള. ഇത് പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ പറയും. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ പരാബോളിക് പാത്തിൽ ഒരു പോയിന്റ് എടുക്കുക. അതിന് 2 കോർഡിനേറ്റ്സ് കാണും. ഇവിടെ നേരെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ്സുകൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് X, മറ്റൊന്ന് Y. ഈ Xനെയും Yയെയും കണക്കി നമ്മുടെ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. ആ ഇക്വേഷൻ ഏതിന് സിമിലർ ആയിരിക്കണം? ഒരു പരാബോളയുടെ ഇക്വേഷൻ സിമിലർ ആണെങ്കിൽ തീർച്ചയായും ഈ കർവ്ഡ് പാത്ത് ഫോളോഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ഈസ് കൺസിഡർ ആസ് എ പരാബോളിക് പാത്ത്. അങ്ങനെ അങ്ങോട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ Y കോർഡിനേറ്റിൻ്റെ ഇക്വേഷൻ എടുക്കണം. Y കോർഡിനേറ്റ് ഇക്വേഷൻ എന്താ? Y ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ എഴുതിയാണല്ലോ U സൈൻ തീറ്റ ഇൻറ്റു T മൈനസ് ഹാഫ് ഓഫ് GT സ്ക്വയർ. മുമ്പേ പഠിപ്പിച്ചതല്ലേ. അതിൽ നിന്ന് വരുന്നത് ഹാഫ് ഓഫ് GT സ്ക്വയർ. ഇനി എക്സ് ഡിസ്പ്ലേസ്മെന്റ്, ഇത് രണ്ട് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ പി കറസ്പോണ്ടിങ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എക്സും വൈയും ആണ് വരുന്നത് അല്ലേ. അപ്പം അതിനെ കോർഡിനേറ്റ്സ് എന്ന് പറയും. ഈ എക്സ് കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു അപ്പോൾ എത്ര ആയിരിക്കും? യു കോസ് തീറ്റ ഇൻറ്റു ടി നമ്മൾ പഠിച്ചല്ലോ. ഇതിനകത്തുനിന്ന് ടി ടൈം കണ്ടുപിടിക്കുക. ടി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റ. ഈ ടിയുടെ വാല്യൂ ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് നമുക്ക് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടിയുടെ പ്ലേസിൽ ഇവിടെ കൊടുക്കുന്ന എക്സ് ബൈ യു കോസ് തീറ്റ. അപ്പം എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ഓഫ് ജി ഇൻറ്റു ടൈമിന് സ്ക്വയർ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ ടൈമും സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് തീറ്റ. ഇവിടെ ഏത് ക്യാൻസൽ ആവും? യുവും സ്ട്രൈക്ക് ചെയ്യാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് എടുക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അങ്ങനെ കിട്ടും. വൈ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് ഇവിടെ നമുക്ക് ജി ന്യൂമറേറ്ററിലാണ്. അപ്പോൾ നമുക്ക് ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർഡ്. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ആൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടാൻ തീറ്റ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ യു ദറ്റ് ഈസ് ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ദറ്റ് ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതൊരു യു കോൺസ്റ്റൻ്റ് ആണ്.
ജി കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് പ്രത്യേകത ടാൻ തീറ്റ കോൺസ്റ്റന്റ് ആയിരിക്കും. ജി ഡിവൈഡ് ബൈ 2 യൂസ് കോഡ് കോസ് കോഡ് തീറ്റ ഒന്നിച്ച് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ടാൻ തീറ്റ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ മൈനസ് ജി ഡിവൈഡഡ് ബൈ 2 യൂസ് സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് തീറ്റ എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ ഇവിടെ. മൈനസ് ജി ഡിവൈഡ് ബൈ 2 യൂസ് സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് തീറ്റ ദാറ്റ് ഈസ് ടേക്കൺ ഈക്വൽ ടു ബി. അനദർ ലെറ്റർ ഉപയോഗിച്ചാൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം? ഞാൻ ഇവിടോട്ട് എഴുതാം. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എ എന്ന് വരത്തില്ലേ, അപ്പം ax പ്ലസ് എന്ന് എടുക്കാം നമുക്ക്, കാരണം മൈനസോട് ചേർത്ത് നമ്മൾ ബി എടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ ax പ്ലസ് ബി എക്സ് കോഡിന് കിട്ടുമല്ലോ. ഇതാണ് എക്സ് കോർഡിനേറ്റിനെയും വൈ കോർഡിനേറ്റ് കണക്ട് ചെയ്തുള്ള ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ് y ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി എക്സ് സ്ക്വയർഡ്. സോ ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്റ്റഡ് ഈസ് എ പരാബോൾ. നമ്മളിവിടെ ക്ലാസ് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഓരോ ലൈക്സും സബ്സ്ക്രിപ്ഷനും എന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.